കസ്തൂരിയുടെ സുഗന്ധമുള്ള തോപ്പുകളിൽ അവരെ പോയി താമസിപ്പിക്കണമേ. അല്ലാഹുവിന്റെ മലക്കുകളോട് പറയും, അസ്മിഊഹും തംജീദി വ തഹ്മീദി, എന്റെ ഹംദും എന്റെ മജ്ദും അവരെ കേൾപ്പിച്ചേക്കണമേ എന്ന് മലക്കുകളോട് പറയുമ്പോൾ മനോഹരമായ രാഗത്തിലും താളത്തിലും അല്ലാഹുവിന്റെ മലക്കുകൾ ചൊല്ലിക്കൊടുക്കുന്ന സുബ്ഹാനല്ലാഹോളം കാതുകൾക്ക് കേൾക്കാൻ മനോഹരതയുള്ള മറ്റൊന്നും സ്വർഗത്തിൽ അവർക്ക് കിട്ടുകയില്ലെന്ന് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ ശബ്ദമുള്ള ആൾ ആരാണെന്നറിയുമോ? ഏറ്റവും മനോഹരമായ ശബ്ദമുള്ള ആൾ അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. സൂറന്ന കാഹളത്തിൽ ഊതാൻ പോകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അന്നഹു ലൈസ മിൻ ഖൽഖില്ലാഹി അഹ്സന സൗതൻ മിൻ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെക്കാളും മധുരമായ ശബ്ദമുള്ള വേറെ ഒരാളും അല്ലാഹുവിന്റെ സൃഷ്ടികളില്ലെന്ന് മഹാനായ ഇബ്നു അബി ദുനിയ ഔസാഇ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു പറയും ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട്, എന്റെ സൃഷ്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം മധുരമുള്ള ഇവിടത്തെ മനോഹരമായ പാട്ടുകൾ കേൾപ്പിക്കണമേ. പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്ന എത്ര കാലം എന്നറിയില്ല, ഒരുപാട് കാലം അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഏറ്റവും മധുരമുള്ള ശബ്ദത്തിൽ അല്ലാഹുവിന്റെ തംജീദുകളും തസ്ബീഹുകളും സ്വർഗവാസികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു പറയും, വഇസ്സതി ലൗ യഅലമുൽ ഇബാദു ഖദ്റ അളമതി മാ അബദു ഗൈരി. എന്റെ മഹത്വം എന്റെ ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും അവർ പോകുമായിരുന്നില്ല. എന്റെ ഖുർആൻ വിട്ട് അവരെങ്ങനെ സിനിമക്ക് പോകും? എന്റെ ഖുർആൻ വിട്ട് എങ്ങനെ അവര് പാട്ട് കേൾക്കാൻ വേണ്ടി പോകും? മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന ചെവി, ഈ ചെവിയുടെ ഫംഗ്ഷൻ അറിയണമെങ്കിൽ അതിന്റെ മെക്കാനിസം പഠിച്ചാൽ എന്താണ് ചെവി, എങ്ങനെയാണ് ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് ആവേഗങ്ങളായി കയറി നമ്മുടെ തലയിൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിച്ച് കേൾക്കുന്നത് ഇന്നതാണെന്ന് നമ്മളെപ്പറ്റി ചിന്തിപ്പിച്ച് ആസ്വാദനം നൽകുന്ന ഈ ചെവിക്കുള്ള ശുക്ർ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കലാണ്. മൊബൈൽ ഫോണൊക്കെ അല്ലേ ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം, പറയേണ്ട ആവശ്യമില്ലല്ലോ. 1000 റുപ്യ ശമ്പളമുള്ള 2000 റുപ്യന്റെ ഫോൺ ഉണ്ടെന്ന് അന്നത്തെ കാലത്ത് അത്ഭുതം. ഖുർആൻ കേൾക്കാൻ എത്രയോ നല്ല നല്ല ഖിറാത്തുകളുണ്ട്. അഫാസിയുടെ, തബ്ലാവിയുടെ, ഷെയ്ഖ് സുദൈസിയുടെ ഒരുപാട് വലിയ വലിയ ഖാരിഈങ്ങൾ, ഷെയ്ഖ് ബുഖാത്തിറിന്റെ ഒരുപാട് വളരെ മനോഹരമായ ഖുർആൻ. അതങ്ങ് കേട്ടാലേ ഒരു പാട്ടും പിന്നെ വേണ്ടി വരില്ല. കഴിഞ്ഞ കാലത്തൊക്കെ കേട്ട പാട്ടിനൊക്കെ പകരം അത്രയും സമയം അള്ളാഹുവിന് വേണ്ടി ഖുർആൻ കേട്ടിട്ട് പ്രായശ്ചിത്തം ചെയ്തോളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നഷ്ടപ്പെട്ടു പോയ നിസ്കാരം നമുക്ക് അള്ളാഹു വിട്ടുന്നില്ലേ? കഴിഞ്ഞ കാലത്ത് കേട്ടതിനൊക്കെ പകരം അത്രയും സമയം ഖുർആൻ കേൾക്കിൻ. സമാഉൻ യസ്ലുക സവാബുഹു, കേട്ടാൽ കൂലി കിട്ടുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. കേൾക്കുമ്പോൾ കൂലി കിട്ടുന്നതാണ്. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ആനന്ദം നൽകുമാറാകട്ടെ. ഇനിയും നമുക്ക് മനസ്സിന് മാറ്റം വരാനായില്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ദിക്ർ നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ലേ? വമാ നസല മിനൽ ഹഖ്, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ? എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? ولا تكونوا كالذين اوتوا الكتاب من قبل فطال عليهم الامد فقست قلوبهم وكثير منهم فاسقون. പാട്ട് കേൾക്കുന്നവരെ, അള്ളാഹുവിന്റെ ചോദ്യമാണിത്. നിങ്ങൾക്കിനിയും അള്ളാഹുവിനെ ഓർത്ത് കൽബുകൾ പേടിക്കാൻ നേരമായില്ലേ? വിശുദ്ധ ഖുർആൻ ഓർത്ത് പേടിക്കാൻ നേരമായില്ലേ? പാട്ട് കേൾക്കുന്നവനോട് അല്ലാഹുവിന്റെ ചോദ്യം, മാ ഗർറക ബിറബ്ബികൽ കരീം. നിന്റെ റബ്ബിനെ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ പടച്ചതും നിന്നെ കൃത്യമായി സൃഷ്ടിച്ചതും നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നതും അല്ലാഹുവല്ലേ. എങ്ങനെ വേണമെന്ന് അല്ലാഹു തീരുമാനിച്ചോ അങ്ങനെ നിന്നെ സൃഷ്ടിച്ചവനല്ലോ അവൻ. ആ റബ്ബിലേക്ക് എന്താ മടങ്ങാത്തത്?
പാട്ട് കേൾക്കുന്നവരെ, മുഅ്മിനീങ്ങൾ പറയേണ്ടത് ഇതാണ്: ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വരണേ എന്ന് ആളുകളെ വിളിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ എന്താ പറയാ? ലിയഹ്കുമ ബൈനഹും, ഒരു സംഗതി തെറ്റാണോ ശരിയാണോ എന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധി എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു നിയമം പഠിപ്പിച്ചു തരുമ്പോൾ മുഅ്മിനീങ്ങൾ പറയേണ്ടത് അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. എല്ലാവരും പറയണം സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ നിന്നെ അനുസരിച്ചു റബ്ബേ. അങ്ങനെ പറഞ്ഞാൽ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും വയഖ്ഷല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുകയും വയത്തഖി, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് എന്നെന്നും വിജയിക്കുന്നവര്. അല്ലാഹു അവരാണ് വിജയിക്കുന്നവരെന്ന് ഉറപ്പിച്ചു പറഞ്ഞു നബിയെയും അല്ലാഹുവിനെയും അനുസരിക്കുന്നവര്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, തിരിഞ്ഞു നടക്കാൻ സമയമായിട്ടുണ്ട്, തിരിഞ്ഞു നടക്കാൻ സമയമായിട്ടുണ്ട്. തുझे आबास अपने कोई निस्बत हो नहीं सकती, तुझे आबास अपने कोई निस्बत हो नहीं सकती, कि तू गुफ्तार वो किरदार तू साबित वो सയ്യാറ. നമ്മളും മുൻഗാമികളുടെയും കഥ പറയുമ്പോ നമ്മളും അവരും എവിടെ കിടക്കുന്നു? അങ്ങനെ പറയാൻ, അവരും നമ്മളും എവിടെ കിടക്കുന്നു? തൂ ഗുഫ്താർ, നീ പറയുന്നുള്ളൂ, ഒരു നേരം കേൾക്കുമ്പോ ഒരു തരിപ്പ്, പിന്നെ മറന്നിട്ടുണ്ട്. ഓ കിർദാർ, അത് ജീവിതത്തിൽ പകർത്തിയവരാണ്. തൂ സാബിത് വസയ്യാറ, നീ അല്ലാഹുവിന് വേണ്ടി ഒന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് മൂലയിലിരിക്കുകയാണ്. അവര് ലോകം ചുറ്റി സഞ്ചരിച്ചവരാണ്. ദീൻ പഠിപ്പിക്കാൻ നീ എന്ത് ചെയ്തു എന്ന് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ മുൻഗാമികളും തമ്മിലുള്ള വലിയൊരു അന്തരം, ആ ഗ്യാപ്പ് വിളക്കി ചേർക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. വിളക്കി ചേർക്കണേ, നമ്മുടെ കാതുകളിൽ വിശുദ്ധ ഖുർആൻ മുഴങ്ങട്ടെ. നബി തങ്ങൾ പറയുമായിരുന്നു, മൻ അറാദ ദുനിയാ ഫൽയഹ്ഫദിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഈ ലോകത്തെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ആർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ അവർ ഖുർആൻ മനഃപ്പാഠമാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ ഹാഫിലീങ്ങളെ തെരുമാറാകട്ടെ. 70ഓളം ആളുകൾക്ക്, കുടുംബത്തിൽ 70ഓളം ആളുകളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഒരു ഹാഫിദിന് അവസരം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹിഫ്ദിന് പഠിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല ഓർമ്മ ശക്തി കൊടുക്കട്ടെ. അല്ലാഹു നല്ല ആലിമീങ്ങളും ഖാരിഈങ്ങളും മുത്തബിഉൻ ലികിതാബില്ലാഹി വസുന്നത്തി നബി, നല്ലവരായ അല്ലാഹുവരെ വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവ് വേണോ? ഫൽയഹ്ഫദിൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിക്കോളൂ. വമൻ അറാദൽ ആഖിറത ഫൽയഹ്ഫദിൽ ഖുർആൻ, പരലോകം വേണ്ടവർ ഖുർആൻ മനഃപ്പാഠമാക്കിക്കോളൂ. വമൻ അറാദഹുമാ മഅൻ ഫൽയഹ്ഫദിൽ ഖുർആൻ, ദുനിയാവും ആഖിറവും രണ്ടും വേണമെന്ന ആഗ്രഹമുണ്ടോ? ഖുർആൻ മനഃപ്പാഠമാക്കിക്കോളൂ. നമുക്കത് കഴിയില്ല എന്ന് വിചാരിക്കണ്ട. 70 വയസ്സുള്ള ഒരു ഉമ്മയാണ് സൗദി അറേബ്യയിൽ. 70ാമത്തെ വയസ്സിൽ ഹിഫ്ളാക്കാൻ തുടങ്ങി, 82-ൽ ഹിഫ്ളാക്കി, 83-ൽ അവർ മരിച്ചു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. 70 വയസ്സിലാണ് തുടങ്ങിയത്. നമ്മൾ 30 നിന്റെ മെമ്മറി ഒക്കെ തീർന്നു. എവിടെ തീർന്ന്? 70 വയസ്സ്. അല്ലാഹുലേക്ക് തവക്കുൽ ചെയ്ത് ഒരുങ്ങി അല്ലാഹു എളുപ്പാക്കി തരും. അല്ലാഹു എളുപ്പാക്കി തരുമാറാകട്ടെ. ഈ ഖൽബിൽ ഖുർആൻ ഇല്ലെങ്കിൽ അത് വിജനമായ വീടാണ്. വിജനമായ വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് ആരാണ്? പിശാചാണ്. നബി തങ്ങളുടെ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോ പിശാച്ചിനൊരു വീടും അയാൾക്കൊരു വീടും അങ്ങനെ ഉണ്ടാവുന്ന, പിശാച്ചിനൊരു വാഹനവും അവനൊരു വാഹനവും ഇതുണ്ടാവുന്ന കാലം വരുന്നതാണ്. ആ ഹദീസ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കല്ല. സ്വന്തം ഒരു വീട് വേറൊരു വീട് വാങ്ങിച്ച് കൂട്ടി കിടക്കുകയാണ്. ഒരു ഫ്ലാറ്റ് കോഴിക്കോട് വാങ്ങിച്ചു, ഒരു ഫ്ലാറ്റ് തൃശ്ശൂർ എറണാകുളത്ത് വാങ്ങിച്ചു. അവിടെ താമസിക്കണമെന്നില്ല, പൂട്ടിട്ടിരിക്കുകയാണ്. അവിടെ പിന്നെ ആരാ താമസിക്കുക? പിശാച്ച്. അതാണ് പറഞ്ഞത്. വീടുള്ളവൻ പിന്നെ വീട് വാങ്ങണ കാലം വരുന്നു.
ഇല്ലാത്തവൻ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. റബ്ബേ, ഒരു 2 സെന്റ് കിട്ടിയ ഞാൻ എന്തെങ്കിലും മറച്ചിട്ടിട്ട് താമസിച്ചേനെ. 2 3 വീടുകൾ, ഒരു വീട് താമസിക്കാൻ, പിശാച്ചിന് വേറെ വീട്, 2 വാഹനം, ഒരു വീട്ടിൽ 2 എണ്ണം. ഒന്ന് പാർക്കിങ്ങിൽ കിടക്കുകയാണ്, ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ, ഒന്നിൽ പിശാച്ച കയറി ഓടിക്കുക ആ വണ്ടി. പിശാച്ചിനൊരു വാഹനം, അവനൊരു വാഹനം. ഇങ്ങനെ ഒന്നിലേറെ വാഹനം ഒരാൾ അനാവശ്യമായി വാങ്ങുന്ന കാലം വരും. ഒന്നിലേറെ വീട് ഒരാൾ അനാവശ്യമായി വാങ്ങുന്ന കാലം വരും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞാൽ വിജനമായ വീടിന്റെ ഉള്ളിൽ പിശാച്ചുണ്ട്. ഖൽബ് ഖുർആനില്ലെങ്കിൽ അത് വിജനമായ വീടാണെന്നാണ്. അവിടെ ഉള്ളിൽ ആരുണ്ടാകും? പിശാച്ചുണ്ടാകും. പിശാച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടണമെങ്കിൽ ഖുർആൻ ഓതണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ എളുപ്പമാക്കി തരും. വാഹനത്തിൽ പോകുമ്പോ ഖുർആനായി മുതൽ കേൾക്കുന്നത്, ഖുർആനിന്റെ സീഡികൾ വരുന്നുണ്ട്, കിട്ടുന്നില്ലേ? USB-യിൽ കിട്ടൂലേ? വാള് കിട്ടൂലേ? നല്ല നല്ല പ്രഭാഷണങ്ങൾ കിട്ടൂലേ? അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന ദിക്റുകൾ കിട്ടൂലേ? അദ്കാറു സ്വബാഹി വൽ മസാ കേട്ടിട്ട് ചൊല്ലിക്കൂടെ? വിശുദ്ധ ഖുർആനിന്റെ CD പ്ലേ ചെയ്താൽ യാത്ര എത്ര പോകുന്നുവോ അത്രയും ഖൈറല്ലേ? ഒരു ആക്സിഡന്റ് ആയി മരിച്ചാൽ അവസാനം കേട്ടത് ഖുർആനാവൂലേ? എന്തൊരു ഭാഗ്യം! നമ്മുടെ നാട്ടിലൊക്കെ വണ്ടികൾ ഓടുന്ന ഓട്ടം എന്താ? മരണത്തിന്റെ തലനാരിഴക്കാൻ നമ്മൾ രക്ഷപ്പെടുന്ന അല്ലാഹുവിന്റെ ഖളായിലൂടെ പോവാൻ അല്ലേ? അതിന്റെ ഇടക്കങ്ങാനും ഒരു മരണം സംഭവിച്ചാൽ കേട്ടത് ഖുർആനാകൂലേ? എന്തൊരു മനോഹരം! ചെറിയ മക്കൾ ഉറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ചെറിയ ശബ്ദത്തിൽ, വളരെ ചെറിയ ശബ്ദത്തിൽ ഖുർആന്റെ CD പ്ലേ ചെയ്ത് കൊടുത്താൽ ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടുന്ന. ഈടെ ഒരു ഉമ്മ പ്രസവിച്ചിട്ട് കുട്ടി ഭയങ്കര കരച്ചിലോട് കരച്ചിൽ, കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി, ഒരു മരുന്നൊട്ടും ഫലിക്കണില്ല, കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, ഭയങ്കര കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ. ചില കുട്ടികൾ അങ്ങനെ കരയും. അള്ളാഹു അങ്ങനെ അസുഖമുള്ള കുട്ടികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അവസാനം എത്തിപ്പെട്ടതൊരു ആരിഫായൊരു നല്ല മനുഷ്യന്റെ അടുത്താണ്. അദ്ദേഹം ചോദിച്ചു, ഈ കുട്ടിക്ക് കുറച്ച് ഖുർആൻ ഓതി കൊടുക്കിയെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടീനെ എടുത്തിട്ട് റൂമിൽ കൊണ്ട് ഖുർആൻ ഓതി കുട്ടിയുടെ കരച്ചിൽ നിന്നു. കുട്ടി പിന്നെ കരയണില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ കുട്ടി ഉണ്ടായിരിക്കെ ഈ ഉമ്മ ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ടായിരുന്നു. ഗർഭം ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ഈമാൻ ഉണ്ടാവാറുണ്ട് പെണ്ണുങ്ങൾക്ക്. പ്രസവിക്കണ വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് ഓടും ചെയ്യും. അത് പറ്റൂല. പ്രസവിച്ച് ഭൂമിയേക്ക് വരുന്ന വരെ എന്താ പേടി, ദോരക്കണട്ടോ പഠിച്ചോളെ, ഞാൻ എന്താ ഓതേണ്ട ഉസ്താദ്, എന്ത് സൂറത്താ ഞാൻ, അത് കഴിഞ്ഞാൽ പിന്നെ സീരിയലാ. അത് പറ്റൂല. അത് അള്ളാനെ കളിയാക്കലാണ്. അപ്പൊ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഉമ്മയിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നുണ്ട്. ഇത് കുട്ടി ശീലിച്ചിട്ടുണ്ട്. ഉമ്മ പ്രസവിച്ചപ്പോ പിന്നെ നിഫാസിലാണ്, ഉമ്മക്ക് ഓതാൻ പറ്റണില്ല, അശുദ്ധിയിലാണ്, ഉമ്മ ഖുർആൻ ഓതാൻ പറ്റണില്ല. അപ്പൊ കുട്ടിക്ക് ഈ ഖുർആൻ കേൾക്കണം. കുട്ടി ഇത് കേൾക്കാതെ വന്നപ്പോ അതിന്റെ വിമ്മിഷ്ടം അറിയിക്കുക കരഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കലാമ് വലിയ അത്ഭുതമാണ് മുഅ്മിനെ, വലിയ അത്ഭുതമാണ്. അതിന്റെ മഹാത്ഭുതങ്ങൾ നമ്മളല്ലാത്ത മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി ദീനിലേക്ക് വരാൻ, ഖുർആനിലേക്ക് വരാൻ നമ്മളിതൊന്ന് ഓടുകയാണ്. നമുക്ക് പാട്ട് കേൾക്കാനാ ബുദ്ധി. പാട്ടൊക്കെ പാടി മടുത്ത് അവർ ദീനിലേക്ക് ഓടി വരാൻ, ഖുർആനിലേക്ക് വരാൻ. അല്ലാഹു തആല നമുക്കൊക്കെ ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. നീ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. നിനക്കിഷ്ടമുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണമേ അല്ലാഹ്. വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ തുടങ്ങി വെച്ച ആയത്തതാണ്. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ. സ്വലാത്ത് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോ വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുകളാണിത്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കളെ നാളെ പിടിച്ചു കൊണ്ടുവരും. ഇലന്നാരി വഫഹും യൂസഊൻ, പിടിച്ചു വലിച്ചിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുവരിക. നരകത്തിലേക്ക് അല്ലാഹു ആദന അല്ലാഹു മിൻഹാ. പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ.
حتى إذا ما جاءوها شهد عليهم سمعهم നരകത്തിലേക്ക് വരുമ്പോ അവരെ ചെവികൾ അവർക്കെതിരിൽ സാക്ഷി നിൽക്കും. നോക്കണം, നരകത്തിലേക്ക് വരുമ്പോ ആദ്യം പറഞ്ഞ വിഷയം ചെവിയാണ്. ചെവികൾ അവർക്കെതിരെ സാക്ഷി പറയും. റബ്ബേ, പാട്ട് കേട്ട് നടന്ന മനുഷ്യനാണിത്, നിന്റെ ഖുർആന് കേൾക്കാതെ നടന്നവനാണ്, ഗീബത്തും നമീമത്തും എമ്പാടും എഴുതി വിട്ടവനും പോസ്റ്റ് ചെയ്തവനുമാണ്. അല്ലാഹുവേ, അത് കേട്ടവനാണ്, കേൾപ്പിച്ചവനാണ്. കാതെതിര് സാക്ഷി പറയും, കാതെതിരായി സാക്ഷി പറയും. വഅബ്സാറുഹും, കണ്ണുകളും സാക്ഷി പറയും. ഇന്നത്തെ വലിയ അത്ഭുതം എന്താ? ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പണി കാണുക, കേൾക്കുക, അല്ലെ? വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും കാണുന്നു, കേൾക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. വായിക്കാൻ മടി വന്നൊരു കാലാണിത്. വായിക്കാൻ ഭയങ്കര മടിയില്ല ആൾക്കാർക്ക്. പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായിച്ച അപ്പം ഉറങ്ങുന്ന, ഖുർആൻ വായിച്ച അപ്പം ഉറങ്ങും, ഉറങ്ങണേ ഖുർആൻ എടുത്താൽ മതി എന്നാ. വായിക്കാൻ നിന്നാ ഉറക്കം വരിക, അങ്ങനെ ഉണ്ടാവും. വായിക്കൽ ഇങ്ങനെ മടി വന്നൊരു ഇഖ്റ എന്ന് അല്ലാഹ് പറഞ്ഞ തന്നെ വായിച്ചോളിന്ന, അത് നമ്മളെ കൊണ്ട് വയ്യ. പത്രം വായിക്കും ഉഷാറായിട്ട്, ഖുർആൻ ഓതാൻ വയ്യ. വായന ഇങ്ങനെ മടി വന്നപ്പോ അള്ളാഹു എന്ത് ചെയ്തു? കാണാനുള്ള കുറെ സംഗതി ഒന്നും നിങ്ങൾ ഏതായാലും വായിക്കൂല, എന്നാ കുറച്ച് കണ്ടോളി മക്കളെ. അപ്പൊ കാണാനുള്ള സ്ക്രീൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു. നിങ്ങൾ നല്ലത് കണ്ടോളി എന്നാ അള്ളാഹു പറയുന്നത്. കേൾക്കാനുള്ള ഓഡിയോ സിസ്റ്റം വന്നു, നല്ലത് കേട്ടോളി എന്നാ അള്ളാഹ് പറയുന്നത്. നിങ്ങൾ ഏതായാലും വായിക്കൂല, നല്ലത് കേട്ടോളി, നല്ലത് കണ്ടോളൂ. അതാണ് നമുക്ക് നിങ്ങളുടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റുമോ? നല്ലതിന് ഉപയോഗിച്ചോളൂ. എത്രയോ ആളുകൾ ഒരുപാട് നന്മ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല കൂലി കൊടുക്കട്ടെ, അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. നാളത്തെ ചോദ്യവും ഇത് ആദ്യം പറഞ്ഞ വർത്താനാതാ. നിങ്ങൾക്ക് തോന്നുക നഹ്നുൽ ആഖിറൂന സാബിഖൂൻ, ലോകത്ത് അവസാനം വന്നവർ, ആദ്യം പരലോകത്തേക്ക് ചെല്ലുന്നവര് നമ്മളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്ത സമൂഹം നമ്മളായിരിക്കും. അതുകൊണ്ടാണ് ചെവിയും കാഴ്ചയും നമുക്കെതിരിൽ നാളെ സാക്ഷി പറയും, നരകത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വജുലൂദുഹും, തൊലിപ്പുറങ്ങളും നമുക്കെതിരിൽ സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ, നമ്മൾ ചെയ്തിരുന്ന വിഷയങ്ങൾ പറഞ്ഞ് നമുക്കെതിരിൽ സാക്ഷി പറയും. വഖാലൂ ലിജുലൂദിഹിം, അവർ പറയും തൊലികളോട്, ലിമ ശഹിദ്തും അലൈനാ, എന്തേ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞത്? ഖാലൂ, അവര് പറയും, അൻതഖനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് തന്നു. ചെവി സംസാരിക്കുന്ന, വായകൾ പൂട്ടിവെച്ചാലും സംസാരിക്കും, കണ്ണുകൾ നാളെ സംസാരിക്കും, ശരീരത്തിന്റെ തൊലി മുഴുവനും സംസാരിക്കും അല്ലാഹുവിനോട്. അല്ലദീ അൻതഖ കുല്ല ശൈ, അല്ലാഹുവല്ലേ എല്ലാറ്റിനും സംസാരിക്കാൻ ശേഷി കൊടുത്തത്. വഹുവ ഖലഖകും അവ്വല മറ, അല്ലാഹുവാണല്ലോ നിങ്ങളെ പടച്ചത്. വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കല്ലയോ നിങ്ങൾ തിരിച്ചു പോകുന്നത്. ഇനി അല്ലാഹു പറയുന്ന വാക്ക് നോക്കണം. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും, നിങ്ങളുടെ കണ്ണോ കാതോ തൊലിയോ സാക്ഷി പറയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറച്ചു പിടിച്ച് തെറ്റ് ചെയ്തവരായിരുന്നില്ലേ? നാട്ടിൽ നിന്ന് ചെയ്യൂല, മൈസൂർക്ക് ടൂർ പോയാൽ കള്ളു കുടിക്കും, അങ്ങനത്തെവരുണ്ട്. ഊട്ടി പോയാൽ വ്യഭിചരിക്കും, ബാംഗ്ലൂർ പോയാൽ രണ്ടും ചെയ്യും. ഇങ്ങനത്തെ തോന്നിവാസം ചെയ്യുന്ന മക്കളുണ്ട് നാട്ടില്. അല്ലാഹുവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. വമാ കുൻതും തസ്തതിറൂൻ, നിങ്ങൾ മറച്ചു പിടിച്ച് ചെയ്തിരുന്നില്ലേ? കയ്യും കാലും കണ്ണും അള്ളാഹുവിനോട് സാക്ഷി പറയാൻ പോകുന്നുണ്ടെന്ന് ഓർക്കാതെ നിങ്ങൾ തെറ്റുകൾ മറച്ചു പിടിച്ചില്ലേ? നാട്ടുകാരറിയില്ല എന്ന് വിചാരിച്ച്. വലാകിൻ ളനൻതും, നിങ്ങൾ വിചാരിച്ചുവല്ലേ, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇതൊരു ചോദ്യമാണ് റബ്ബേ. നിങ്ങൾ ചെയ്യുന്ന പലതും ഇതൊന്നും അള്ളാഹ്ക്ക് അറിയണ്ടാവില്ല, അള്ളാഹ് കാണുന്നുണ്ടാവില്ല. എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഇരുട്ടായാൽ പടച്ചവൻ കാണൂല, വാതിലടച്ചാൽ കാണൂല എന്ന് നിങ്ങൾ വിചാരിച്ചോ? അതാണ് ചോദ്യം.
വലാകിൻ ളനൻതും നിങ്ങൾ വിചാരിച്ചില്ലേ അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹു അറിയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വച്ചില്ലേ വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും നിങ്ങളുടെ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചത് അല്ലാഹു അറിയില്ല എന്ന് അർദാകും അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് ഫസ്ബഹതും മിനൽ ഖാസിരീൻ അല്ലാഹു കാണില്ല എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്തവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ചോട്ടെ നരകത്തിലേക്കാണ് അവർ പോകുന്നത് അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ലോകമാണത് വേണമെങ്കിൽ ക്ഷമിച്ചോട്ടെ അവർക്ക് വേണമെങ്കിൽ പശ്ചാത്തപിക്കാം വമാഹും മിനൽ മുഅ്തബീൻ വേണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം വേണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കളയാം ഒന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല സമയം കഴിഞ്ഞു എന്ന് അല്ലാഹു തആല അവരോട് പറയുന്നൊരു നേരം സാദാൻ അൽ കിന്ദി എന്ന് പറയുന്ന ഒരാൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് നല്ല ഗായകനായിരുന്നു നല്ല പാട്ടുകാരനാ നല്ല വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന ആളാണ് ബഗ്ദാദിലെ ഒരു തെരുവിലെന്ന് പാട്ടുപാടിയിരിക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ അവിടെ പാട്ടുപാടി കൈകൊട്ടി ആസ്വദിക്കുന്നുണ്ട് അതിന്റെ അരികത്തുകൂടെ കടന്നു പോകുന്നു ഹാമിലുൽ ഖുർആൻ വകാതിബു വഹി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ അങ്ങനെ കടന്നു പോയപ്പോ എഴുന്നേറ്റ് ഓടിന് ഇവിടെ പാട്ടുപാടി ആസ്വദിച്ചിരിക്കുകയാണോ തലചായ്ച്ച് കൈകൊട്ടിരിക്കുകയാണോ ഓടണം ഇവിടുന്ന് പോണം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് ഓടി ഇന്നത്തെ പ്രശ്നം ഇതാണ് മൂത്തവര് പറഞ്ഞാൽ ചെറുപ്പക്കാര് കേൾക്കണില്ല അതല്ലേ വിഷയം മൂത്തവർക്ക് പറയാൻ പേടി എന്താണെന്നറിയോ ചെറുപ്പക്കാർ ഇങ്ങോട്ട് ഞെട്ടിക്കുകയാണ് പിന്നെ വല്ലാതെ കളിച്ചാലേ പഴയ കളി നമ്മൾ പുറത്താക്കും നിങ്ങൾ അന്ന് കളിച്ചതൊക്കെ നമ്മൾ കുടുംബത്തിൽ ഫ്ലാഷ് ആക്കും വാട്സപ്പിൽ വിടുന്നു അപ്പൊ പിന്നെ മുൻകൂര എന്നാ ഉണ്ടണ്ട ഇനിയും കുടിച്ചോളി മക്കളെ ഞാൻ പറയില്ല റോൾ മോഡലുകളായി മാതൃക ചെയ്യാൻ പറ്റുന്ന മുതിർന്നവരില്ലാതെ പോയി ചെറുപ്പകാലത്ത് കളിച്ചു നടന്നതാ പിന്നെ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റിയ മുമ്പത്തെ പഴമക്കാരായ ആളുകൾ പള്ളിയിൽ നിന്ന് ഒരു വാക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞ അവിടെ ആരും അനങ്ങൂല മുതിർന്ന കാരണവരാ എന്റെ കാരണം എന്നറിയോ അള്ളാനെ പേടിച്ചത് കൊണ്ടാ എന്നല്ലാതെ മൂപ്പരുടെ കൈ ബലം കൊണ്ടല്ല അള്ളാഹുവിൽ ഈമാനുള്ളവർ പറഞ്ഞാൽ ഒരു ഭയം വരുന്നതാണ് വേറൊന്നും വേണ്ട അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ തക്കവ ഉണ്ടായിരുന്നു ഇന്ന് പറയാൻ പറ്റുന്നില്ല ചെറുപ്പക്കാർ ഞെട്ടിക്കുകയാണ് അങ്ങോട്ട് ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയണ്ടേ നിങ്ങളെ പഴയ കാലത്ത് ഞങ്ങൾ മുഴുവൻ ഫ്ലാഷ് ആക്കുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ബഗ്ദാദിലെ ആ പാട്ട് കേട്ട് ആസ്വദിച്ചിരുന്ന മുഴുവൻ സംഘവും ചിതറി ഓടിപ്പോയി ഇബ്നു മസ്ഊദ് തങ്ങൾ സാദാൻ എന്നവരുടെ സാദാനുൽ കിന്ദിയുടെ കൈപിടിച്ചു ബഗ്ദാദ് കണ്ട ഏറ്റവും വലിയ മ്യൂസിഷ്യനാണ് അദ്ദേഹം സാദാദിനോട് പറഞ്ഞു മാ അഹ്സന ഹാദ സൗത്ത് ലൗ കാന ബിഖിറാഅത്തിൽ ഖുർആൻ സാദാനേ ഈ ശബ്ദത്തിന് എന്തൊരു മധുരമുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഖുർആൻ ഓതുകയായിരുന്നുവെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ഖുർആൻ ഓതുകയായിരുന്നെങ്കിൽ ഈ ശബ്ദത്തിന് എന്തൊരു മധുരമുണ്ട് ഇത് പറഞ്ഞങ്ങ് തിരിഞ്ഞു നടന്നപ്പോ സാദാൻ വിളിച്ചു ചോദിച്ചു മൻ ഹാദാ ആരാണിത് ആരാണിയാൾ അവർ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണോ അതെ എന്ന് പറഞ്ഞപ്പോ സാദാൻ പൊട്ടിക്കരഞ്ഞുപോയി എഴുന്നേറ്റിരുന്നിട്ട് തന്റെ വീണകൾ ഒടിച്ചെടുത്തു പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ ഞാൻ നിർത്തി ഇനി മുതൽ ഖുർആൻ ഓതുകയാണ് കെട്ടിപ്പിടിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയാളെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കൈഫ ലാ ഉഹിബ്ബു മൻ ഖദ ഹബ്ബഹുല്ലാഹ് അല്ലാഹു സ്നേഹിച്ച ഒരാളെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക ഇവിടെ ഇന്നലെ മുതൽ പാട്ടുകാരനാ ഞാൻ നിർത്തി എന്ന് പറഞ്ഞതൊക്കെ ഓടിച്ചിട്ട് എല്ലാം പൊട്ടിച്ചു കളഞ്ഞ് ഞാൻ ഇതിനില്ല എന്ന് പറഞ്ഞപ്പോ
കൈഫ ലാ ഉഹിബ്ബു, എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? മൻ അഹബ്ബഹുല്ലാഹ്, അല്ലാഹു ഇയാളെ സ്നേഹിച്ചുവല്ലോ. എന്താ അതിന്റെ അർത്ഥം? ഈ നിമിഷം വരെ ചെയ്ത തെറ്റ് ഇവിടെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും, അള്ളാഹു നമുക്ക് പുറത്തു തരും. കഴിഞ്ഞ കാലത്തൊക്കെ അള്ളാഹു മാപ്പാക്കി തരും. ആ സാദാനുൽ കിന്ദിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സാദാൻ എന്നവർ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ശിഷ്യനായി മാറുകയാണ്. ഇമാമം ഫിൽ ഖുർആൻ, ഖുർആനിന്റെ ഖാരിഈങ്ങളുടെ ഇമാമാണ് സാദാനുൽ കിന്ദി റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെ ഖിറാഅത്തിന്റെ ഇമാമായി മാറുന്നതിന് മുമ്പ് പണി പാട്ടുപാടലായിരുന്നു. വിശുദ്ധ ഖുർആനിലേക്ക്, മ്യൂസിക്കിൽ നിന്ന് വിശുദ്ധ ഖുർആനിലേക്ക് ഓടി വന്ന ആളാണ് സാദാനുൽ കിന്ദി റളിയല്ലാഹു അൻഹു. ആരാ കൊണ്ടുവന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ മാറ്റം തരട്ടെ, നന്മയിലേക്കൊരു മാറ്റം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിലേക്ക് ഓടിയാൽ പ്രശ്നങ്ങൾ അല്ലാഹു തീർത്തു തരുന്നു. മനസ്സിന് വലിയ സമാധാനം തരും, വലിയ സമാധാനം തരും. നമ്മൾ അല്ലാഹുവിന്റെ നിയമത്തെ പിച്ച് ചീന്തിയാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ നിയമം പിച്ച് ചീന്തും. ഉലമാ പറഞ്ഞ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുട്ടിയെ യാത്ര അയക്കുമ്പോ, ഗൾഫിലേക്കൊക്കെ യാത്ര അയക്കൂലേ? അല്ലേ? ഇവിടെ യാത്ര അയക്കലൊന്നുമില്ലേ? ഇല്ലേ? മുമ്പൊക്കെ ഭയങ്കര യാത്രപ്പേനില്ലേ? അന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ തരുന്നു. പിന്നെ കിട്ടാതായപ്പോൾ ആൾക്കാർ നിർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പോകുമ്പോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അസ്സലാമു അലൈക്കും തോർക്കനട്ടെ അമ്മായി എന്നൊക്കെ പറഞ്ഞ് പോയി വരുമ്പോ ഒരു മഖ്ലൂക്കിനോട് മിണ്ടൂല. ആൾക്കാർ ഒരു ലാപ്ടോപ്പൊക്കെ പ്രതീക്ഷിക്കണം, എന്നാലും ഒരു പെന്നെങ്കിലും കൊടുക്കണ്ടേ? അതും കൊടുക്കൂല. ഒരു സാംസങ് എന്താ നോട്ട് 6 എത്രയാണ് പറഞ്ഞത്? S6 അതൊക്കെ പ്രതീക്ഷിക്കണത്. ഒരു നോക്കിയന്റെ ചെറിയ ഫോണെങ്കിലും കൊടുത്തൂടെ? കഴിയുന്നവർ ഒന്നും ചെയ്യൂല. അപ്പോഴൊക്കെ മനസ്സിലായി ഇതിപ്പം പോകുന്ന നേരത്തെ ഉറക്കി വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അവൻ പോയിക്കോട്ടെ വന്നോട്ടെ, ഓനായി ഓൻ്റെ പാടായി. മുമ്പൊക്കെ ഒരു വലിയ യാത്രയപ്പം എയർപോർട്ടിലൊക്കെ വല്ലാത്ത ദിക്കും തിരക്കിന്. ഇപ്പം അങ്ങനെ ദിക്ക് തിരക്കൊന്നുമില്ലല്ലോ. മുമ്പത്തെക്കാൾ എത്ര ആൾക്കാരപ്പം ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് കോഴിക്കോടൊക്കെ. ആ കണക്കിന് നോക്കിയാൽ ഒരു ദിക്കും തിരക്കില്ല. അന്നൊക്കെ യാത്ര അയക്കാനൊരു ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ അത് പോയി അല്ലേ? അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഞാൻ വെറുതെ തമാശ പറയാണ്. മനുഷ്യന്മാർ വല്ലാതെ പിഷ്കന്മാരായ കാലാണിത്. സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ കാലമാണ്. അപ്പോ ഏതായിരുന്നാലും വാപ്പ മകനെ യാത്ര അയക്കാണ്. കച്ചവടത്തിന് ആ മകൻ പോണത്. മകൻ യാത്ര അയക്കാൻ വേണ്ടി പോകുമ്പോ ആ കച്ചവടക്കാരനായ വാപ്പ കച്ചവടക്കാരനായ മകനോട് പറയാ, ഗൾഫിൽ ബിസിനസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവിടുന്ന് പോകുമ്പോ വാപ്പ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വാപ്പ പറഞ്ഞു, മോനെ, യാ ബുനയ്യ, മോനെ, ഇഹ്ഫദ് ഇർള ഉഖ്തിക ഫീ സഫരിക്, നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ കൊടുത്ത ഉപദേശം, നിന്റെ യാത്രയിലെ ദുബൈക്ക് പോവാണ്, അല്ലെങ്കിൽ നീ സൗദിയിലേക്ക് പോവാൻ, നീ ബഹ്റൈനിലേക്ക് ഖത്തറിലേക്ക് പോവാൻ, നിന്റെ യാത്രയിൽ നിങ്ങളുടെ പെങ്ങളുടെ അഭിമാനം സൂക്ഷിക്കണം കേട്ടോ. പൊന്നാര വാപ്പ, പെങ്ങൾ നിങ്ങളൊപ്പല്ലേ, ഓളിന്റെ കൂടെ പോരുന്നില്ലല്ലോ, അവളുടെ അഭിമാനം ഞാൻ സൂക്ഷിക്കേ എന്ന് മകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നീ എത്ര ദൂരെയാണെങ്കിലും പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ. പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം. ആര്? ഒറ്റയ്ക്ക് യാത്ര പോകുന്ന മകൻ. നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ ചരിത്രം എഴുതി വെക്കാൻ കാരണം ഇതിൽ പാഠമുണ്ട്. അങ്ങനെ മകൻ യാത്ര പോയി. ഒരുപാട് ദിവസം കഴിഞ്ഞു. അയൽപക്കക്കാരത്ത് വയസ്സനായ ഒരു ഫക്കീറായ ഒരു പാവ മനുഷ്യനുണ്ട്. പാല് വിൽക്കുന്ന ആളാണ്, എന്നും പാല് കൊടുക്കുന്ന ആളാണ്. മിസ്കീനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ അടുക്കളയിൽ വരും, അവിടെ ഒന്ന് കയറും. വളരെ മിസ്കീനായ ഒരു പാവം, ഒരു വല്യാപ്പയാണ്, ഫക്കീറാണ്. അപ്പൊ പിന്നെ അവിടെ വലിയ സംശയങ്ങളൊന്നും ഇടയില്ലല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? വാതിൽ തുറന്നു വെക്കും. അയാൾ പാൽ അവിടെ അകത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോകും. ഒരു ദിവസം ഈ ആള് ആ വീട്ടിലെ പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി. പടച്ച റബ്ബേ, ഈ പ്രായമുള്ള ഈ മനുഷ്യനെ ഈ പണി ചെയ്തല്ലോ. വാപ്പ ഇത് കണ്ടു. ഇയാളിത് ചെയ്യില്ല എന്നാ വിചാരിച്ചത്, ഇയാളിങ്ങനെ കാട്ടില്ല എന്നാ വിചാരിച്ചത്. മാസങ്ങൾ കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ പറയ്, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വാപ്പ ഒരുപാട് കച്ചവടം ചെയ്തു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു.
മോനെ, നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിച്ചിട്ടുണ്ടോ? നീ സത്യം പറ. ഇപ്പൊ എന്താണ് ചോദിക്കുന്നത്? മോനെ, നിന്റെ സ്വന്തം പെങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് നീ പേടിക്കുന്നത് നീ ചെയ്തിട്ടുണ്ടോ? വാപ്പാ, എന്നോട് ക്ഷമിക്കണം, പരിചയക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കൽ ഒന്ന് ചുംബിച്ചിട്ടുണ്ട്. ഖാല സുബ്ഹാനല്ലാഹ്. മോനെ, നിന്റെ ആ ചുംബനത്തിന് പകരം അല്ലാഹു ഈ വീടിന്റെ ഉള്ളിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞിട്ടുണ്ട്. നീ ഒരു ചുംബനം ചെയ്തതിന് ഈ വീട്ടിലൊരു ചുംബനം നടന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളെ നീ സൂക്ഷിക്കണമേ. നീ അവിടെ തെറ്റ് ചെയ്താൽ അതിന്റെ ഭാരം, അതിന്റെ ഫലം വീടിന്റെ ഉള്ളിൽ അല്ലാഹു കൊണ്ടുവരും. നബി തങ്ങൾ പറയുമായിരുന്നു, ചെറുപ്പക്കാരെ അല്ലാത്തവരെ നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ അന്യപുരുഷന്മാർ അന്യ പെണ്ണുങ്ങളെ നോക്കരുത്. നിങ്ങൾ കണ്ണുകളെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യമാർ കണ്ണുകളെ സൂക്ഷിക്കും. അവർക്ക് പിന്നെ വാട്സപ്പ് ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഫേസ്ബുക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹു അത് വരുത്തി വെക്കും. വാപ്പമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ, ഉമ്മമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളുടെ മക്കളെ അല്ലാഹു തയ്യാറ് ചെയ്യും. ചെയ്തതിൻ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ വമാ ജസാഉ സയ്യിഅത്തിൻ ഇല്ലാ സയ്യിഅത്തും മിസ്ലുഹാ. ഒരു തിന്മക്ക് ശിക്ഷ തിന്മയാണ്, ഒരു തെറ്റിന് ശിക്ഷ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ചെവി കൊണ്ടോ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ തെറ്റ് ചെയ്താൽ അതിന് സമാനമായൊരു തെറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളിലോ നമ്മുടെ അനുജന് വ്യഭിചാര ബന്ധങ്ങൾ കാണും. നമ്മുടെ ജ്യേഷ്ഠൻ രാത്രി അയാൾ കള്ളുകുടിക്കുന്നുണ്ടാകും, നിങ്ങൾ അറിഞ്ഞു കാണില്ല. പാതിരാ നേരത്ത് കയറി വരുന്നത് ഏതെങ്കിലും വീട്ടിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ടായിരിക്കും, നിങ്ങൾ അറിയില്ല. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് കാരണം ഫസാദാകും എന്ന് വലിയൊരു പാഠമാണ് ഉലമാ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നന്മ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ സൂക്ഷിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാലാണ്. നമ്മൾ കാത് സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും. നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചാൽ അവർ അല്ലാഹു സൂക്ഷിക്കും. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കൾ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ പോയി തിരിച്ചു വരുമ്പോ അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു സൂക്ഷ്മത കൊടുക്കും. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കല്ലിൻ. നിങ്ങളുടെ ഒരു കയ്യിലൂടെ ഏതെങ്കിലും ഒരു ഹറാമിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു അനാവശ്യമായ മ്യൂസിക്കോ പാട്ടോ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക, സെൻഡ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ പകരം നിങ്ങളുടെ കുടുംബത്തിൽ ആപത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളുടെ ദീനിൽ പരീക്ഷണം തരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹുവിനോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹ്, നീ തന്ന കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ കണ്ണിന് പഴുപ്പ് വരണം, അല്ലെങ്കിൽ കണ്ണ് കാണാത്തൊരു അന്ധനെ കാണണം. അപ്പോഴാ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? കാതിന്റെ വില മനസ്സിലാവേണമെങ്കിൽ ചെവിക്ക് മെഷീൻ വെച്ച് നടക്കുന്നവരെ കാണണം, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനെ കാണുമ്പോഴാണ്. എന്തൊരു പരിഹാസമല്ലേ! രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ അല്ലാഹു കഴിവ് തന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓരോ ജുമുഅയിലും 2 തവണ ഇമാം ഖുതുബയിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് സൂക്ഷ്മത! എന്താണ് നമ്മൾ സൂക്ഷിച്ചത്? കാത് സൂക്ഷിച്ചാൽ മനസ്സ് സൂക്ഷിക്കാൻ പറ്റും, കണ്ണ് സൂക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ സൂക്ഷിക്കപ്പെടും. അല്ലാഹു ഈ സമൂഹത്തിന് ഹിദായത്ത് നൽകി നിലനിർത്തുമാറാകട്ടെ. ഇന്നല്ലദീന യുഹിബ്ബൂൻ, ഗൗരവമുള്ള ആയത്താണ്. പാട്ട് പാടുന്നവരും പാടിപ്പിക്കുന്നവരും ആ പാട്ടുകളുടെ കാസറ്റ് വിൽക്കുന്നവരും അത് ഡൗൺലോഡ് ചെയ്യുന്നവരും അത് എത്തിച്ചു കൊടുക്കുന്നവരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളുകളും കേൾക്കേണ്ട ആയത്താണിത്. സൂറത്തുൽ മുഅ്മിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറഹ
വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന യുഹിബ്ബൂന, വീടിന്റെ ഉള്ളിൽ നിന്ന് റൂം അടച്ചു വെച്ചിട്ട് യൂസർ ഐ ഡി ആർക്കും തിരിയാത്ത പേര് വെച്ച് ഐ ഡി ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കള്ളന്മാർ കേൾക്കേണ്ടത്, സമൂഹത്തിന്റെ ഉള്ളിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സംശയമുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഹറാമിന്റെ ക്ലിപ്പുകൾ ഉണ്ടാക്കി വിടുന്ന പാതിരാ കള്ളന്മാർ കേൾക്കേണ്ട ആയത്താണിത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ, പിന്നെണ്ടോ പ്രചരിപ്പിക്കുന്നവരെ പറ്റി എന്ത് പറയണം? സത്യവിശ്വാസികൾക്കിടയിൽ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം ആരാണ് ഐഡി വെച്ച് വിട്ടത് എന്ന്. നാടും പേരും ഊരും തിരിയാത്ത ഐഡികൾ വെച്ച്, റാൻഡം നമ്പറുകൾ വെച്ച് നിനക്ക് ഐഡി ഉണ്ടാക്കി വിട്ടാൽ നീ വിചാരിച്ചുവല്ലേ നിന്നെ ആർക്കും അറിയില്ലെന്ന്. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് വരും. ആരാണ് ഇത് അപ്ലോഡ് ചെയ്ത് വിടുന്നതെന്ന് അല്ലാഹുവിനറിയാം. സഹോദര, ഈമാൻ കയറിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനാണെന്ന് വാദിക്കുന്നവരോടാ ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങളിൽ ഫിത്നയുണ്ടാക്കണ്ട, മുഅ്മിനീങ്ങളിൽ ഫിത്ന പരത്തണ്ട. ഈ സമൂഹത്തിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്നത്, മോശപ്പെട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നീ അപ്ലോഡ് ചെയ്യണ്ട. വല്ലാഹു യഅലം, നിന്റെ ഐഡിയും അഡ്രസ്സും അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കത് അറിഞ്ഞില്ല എന്ന് വരും. നോക്കണം ഈ ആയത്തിന്റെ പ്രസക്തി. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് വരും. ആരായി വിട്ട ആള് എടുത്തേരന, നിന്റെ സ്വന്തം അയലോകത്തേരനായി വിട്ടിട്ടുണ്ടാവുക. പേര് ലണ്ടൻ എന്നാക്കാര, അവരുടെ പേര് ലണ്ടൻ 2016 എന്നാക്കാര പേര്. ആള് നിന്റെ മുമ്പിൽ കിടക്കുന്ന ആളാ. അല്ലാഹുവിനറിയാം, അല്ലാഹുവിനറിയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഫിത്നയുണ്ടാക്കുന്നത്, എഴുതി വിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്, ആഭാസത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഇസ്സത്തിനെ ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ അഭിമാനം ചതപ്പെടുത്തുന്നത്, മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത്, വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്, അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത്, വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ നീ അപ്ലോഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത്. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരും. അവർക്ക് ഈ ദുനിയാവിൽ ശിക്ഷയുണ്ട്. ലഹും അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന അല്ലാഹു വരുത്തുന്ന അപകടങ്ങൾ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഇവിടെ നാളെ പരലോകത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ ചാരിത്രം ഹനിക്കുന്നത്, വ്യഭിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്തു വിടുന്നത്, ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത്, ടെലിഫോൺ കോൺവെർസേഷൻസ്, വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന, ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം ആരാണ് ചെയ്തതെന്ന്. വഅൻതും ലാ തഅലമൂൻ, അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം. അവർക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയം ഗൗരവമാണ്. ഒരു തെറ്റ് ചെയ്താൽ മരണം ഖിയാമത്ത് നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത്. ഒരു ഗീബത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമാണോ ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും കാലം നിങ്ങൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞ കുറ്റമുണ്ടതിന്, തോന്നിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട്, അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ കുറ്റം അതിനില്ലേ. ഖബറിൽ പോയി കടന്നാ തീരോ ഇത്? ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത്? 50 കൊല്ലം 500 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു കൊടുത്തത്, എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നന്മ ഇതിലേറെയാണ്. ഒരാൾ നന്മ ചെയ്താൽ എത്ര കാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ, കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത്, കണ്ടത് പിന്നാളുകൾക്ക് പിന്നെയും ഫോർവേഡ് ചെയ്തത്, അങ്ങനെ നന്മ എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെ ഒക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവന് കിട്ടും. അല്ലാഹ് എന്തൊരു ഖൈറാണ്. അതുകൊണ്ട് ഖൈറിലേക്ക് പോരിൻ, തിന്മക്ക് പോവണ്ട, നന്മയിലേക്ക് എടുത്തോളൂ. അല്ലാഹു ചെയ്ത വലിയ നിഅമത്തുകളാണിത്. നമ്മുടെ കാതുകൊണ്ട് നല്ലത് കേൾക്കിൻ, കണ്ണുകൊണ്ട് നല്ലത് കാണുവിൻ. നല്ലത് കേൾക്കാനും കാണാനും അല്ലാഹു അവസരം തന്നില്ലേ? അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നന്മ തരും. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് കൂടെ പറയട്ടെ. നബിയെ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉദ്ഉല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അയ്യജഅലനി മുസ്തജാബദ് ദഅവ, ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളാക്കി എന്നെ മാറ്റാൻ നിങ്ങൾ ദുആ ഇറക്കണം നബിയെ. ആര് ചോദിച്ചു? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ദുആന് ഉത്തരം കിട്ടിയ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉടനെ കിട്ടിയിട്ടുണ്ട് ഉത്തരം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു റാഫിളി, ഒരു ഷിയാക്കാരൻ, ഒരു പിഴച്ച മനുഷ്യൻ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും ചീത്ത പറഞ്ഞപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, മിണ്ടാതിരിക്കടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ നീ ചീത്ത പറയാണോ? ഇസ്ലാം എന്ന് വരെ പുറത്തുപോയി വിഭാഗക്കാർ ഷിയയിൽ ഉണ്ടെന്നാണ് ഉലമാ പറയാം. ഷൈഖൈനിയെ ചീത്ത പറഞ്ഞവർ, ഷൈഖൈൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പറഞ്ഞത് കേൾക്കണില്ല, പിന്നെയും ചീത്ത പറയാൻ തുടങ്ങി. അല്ലാഹുമ്മ ജഅൽ മൗതഹു ആയതൻ ലിൽ മുഅ്മിനീൻ, പടച്ചവനെ ഈ മനുഷ്യന്റെ മരണം സത്യവിശ്വാസികൾക്ക് നീ ഒരു അടയാളമാക്കി കൊടുക്കണം. ആര് ദുആ ചെയ്തു? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഒരു ഒട്ടകം, അങ്ങനെ നമ്മൾ ആന മതളകി എന്നൊക്കെ പറയില്ലേ, ഒട്ടകം അങ്ങനെ ഇളകി വന്നിട്ട് കാലുകൊണ്ട് തട്ടിക്കളിച്ച് ഈ മനുഷ്യനെ ചവിട്ടിക്കൊന്ന ഒരു ഒട്ടകം അങ്ങനെ ചവിട്ടിക്കൊന്ന ചരിത്രം ഇതൊന്നേ ഉള്ളൂ. ഒരു ഒട്ടകത്തിന് ദേഷ്യം പിടിച്ചിട്ട് ഒരു മനുഷ്യനെ കാലുകൊണ്ട് ഉരുട്ടി കൊന്നു ഈ മനുഷ്യനെ. ആരാ ദുആ ചെയ്യുന്നറിയോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബിയോട് ചോദിച്ചു വാങ്ങിയതാണ്, നബിയേ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അയ്യജഅലനി മുസ്തജാബദ് ദഅവ, ഞാൻ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം തരണം. ഉംറക്ക് പോയാൽ ഇത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം മുഅ്മിനീങ്ങളെ. ഉംറക്ക് പോയിട്ട് കഅബത്തിങ്ങ പോയാൽ ദുആന് ഉത്തരം കിട്ടൂലേ? അവിടെ ചെന്ന് താക്കോല് വാങ്ങി പോരണം. എന്താ താക്കോല്? അവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അല്ലാഹു തരും, അല്ലാഹു തരട്ടെ. അവിടെ നിന്ന് ഒരു താക്കോല് വാങ്ങണം. കുറച്ചു ഞാൻ നാട്ടിൽ പോയാലും പരപ്പനങ്ങാടിയിലെ ചെറമറങ്ങത്ത് പോയാൽ എൻ്റെ പുരയിൽ നിന്ന് ദുആയിരുന്നാലും എൻ്റെ ദുആയിന് ഉത്തരം കിട്ടുന്ന അവസ്ഥയിൽ എന്നെ നീ മാറ്റിത്തരണം പടച്ചോനെ. ഞാൻ എവിടെ പോയി ദുആയിരുന്നാലും ഉത്തരം കിട്ടുന്ന ആളാക്കി തരണം. ഇത് മക്കയിലും മദീനത്തൊക്കെ പോയി ദുആ ചെയ്ത് വാങ്ങണമെന്നാ. ആ താക്കോൽ അങ്ങോട്ട് കിട്ടിയാലേ പിന്നെ എവിടെ പോയാലും കിട്ടും. അത് നമ്മൾ അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് പോരും, ഹറമ പോയിട്ട്. അദബില്ലാതെ സൂഉൽ അദബ് അമലുകൾ നശിച്ചു കളയുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അയ്യജഅലനി മുസ്തജാബദ് ദഅവ. അവസാനം ഉപദേശം ഇത് നിങ്ങൾ കൂടെ ഞാൻ കൈമാറുകയാണ്. നന്നാവാൻ ആഗ്രഹമുള്ളവർക്ക്, ദുആയിന് ഉത്തരം കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, യാ സഅദു സഅദേ അത്ബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിങ്ങളുടെ വായയിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. സഅദേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത്ബ് മത്അമക, നിങ്ങളുടെ ഭക്ഷണം ത്വയ്യിബും ഹലാലുമാണെങ്കിൽ, പലിശയുടെ ഭക്ഷണം അതിലില്ലെങ്കിൽ, പലിശയുടെ കച്ചവടം ചെയ്യാത്തതാണെങ്കിൽ, സിനിമാ പാട്ട് വിറ്റ കാസറ്റാണ് നിന്റെ കയ്യിലില്ലാത്തതെങ്കിൽ, നിന്റെ കച്ചവടം ഈ പാട്ടുകൾ വിൽക്കുന്ന CD കച്ചവടമല്ലെങ്കിൽ, നിന്റെ കച്ചവടം വാദ്യോപകരണങ്ങളല്ലെങ്കിൽ, നിന്റെ കച്ചവടം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മിസ്മാറുകളല്ലെങ്കിൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളല്ലെങ്കിൽ, ഹലാലാണ് നിന്റെ കച്ചവടമെങ്കിൽ, ഹലാലാണ് നിന്റെ വരുമാനമെങ്കിൽ, തകുൻ മുസ്തജാബദ് ദഅവ, നിങ്ങളുടെ ദുആഇന് ഉത്തരമുണ്ടാകും സഅദേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.